യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ശനിയാഴ്ചയാണ്. നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക്, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരനുഗ്രഹവും നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ കുറഞ്ഞു പോകാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഒത്തിരി പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. പ്രാർത്ഥനയുടെ ഓരോ ദിവസങ്ങളും ഓരോ അനുഗ്രഹമാണ്. പ്രാർത്ഥനയോടെയുള്ള ഓരോ തുടക്കവും ഒരനുഗ്രഹമാണ്. നാം ദൈവത്തെ അവിശ്വസിക്കുമ്പോൾ, വചനത്തെ അവിശ്വസിക്കുമ്പോൾ, സത്യത്തിൽ ദൈവത്തിൻ്റെ മനസ്സിനെ അത് വേദനിപ്പിക്കുന്നുണ്ട്. എന്നാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, ആ വചനത്തെ വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് സന്തോഷിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കുന്ന നിങ്ങളെ ഓർത്ത്, നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് സ്വർഗത്തിലെ ദൈവം ഇന്ന് സന്തോഷിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. വിവിധ സ്വപ്നങ്ങളോടെ അധ്വാനിക്കുന്നവരും പഠിക്കുന്നവരും ശ്രമിക്കുന്നവരൊക്കെ ഉണ്ട്. ഒന്ന് രക്ഷപ്പെടാൻ, നല്ലൊരു നിലയിലെത്താൻ, നല്ലൊരു പദവിയിലെത്താൻ അവരുടെ കരം പിടിച്ച് അവരെ അങ്ങ് നയിക്കണമേ. എവിടെയും പാളിപ്പോകരുത്. എവിടെയും തുടങ്ങിയിട്ടത് പകുതി വഴിക്ക് നിന്ന് പോകാൻ ഇടയാവല്ല്. ആ അനുഗ്രഹത്തിൽ അവരെത്താൻ ഇടയാകണമേ, എത്താൻ ഇടയാകണമേ. പരിശുദ്ധാത്മാവേ, ഇവരെ സഹായിക്കണമേ. ഇന്ന് നമുക്ക് ഈ വചനത്തെ കേൾക്കാം. 119 സങ്കീർത്തനം 11 വാക്യം. 11 വാക്യം ഒന്ന് വായിക്കുകയാണ്. 11 വാക്യം. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം ഓരോ ദിവസവും കേൾക്കുന്ന വചനം നിങ്ങൾ ബുക്കിൽ മാത്രമല്ല, അത് ഹൃദയത്തിൽ സൂക്ഷിക്കണം. അതൊരനുഗ്രഹമാണ്. ആ വചനം മനസ്സിലിട്ടുകൊണ്ട് വേണം ആ ദിവസം ആരംഭിക്കാൻ. വചനം സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. 13 വാക്യം. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനകളെ എൻ്റെ അധരങ്ങൾ പ്രഘോഷിക്കും. ഇനി ദൈവവചനം ഒരാൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. സമ്പദ് സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. നല്ല സമ്പദ് സമൃദ്ധിയിൽ ഞാൻ സന്തോഷിക്കുന്ന പോലെയാണ് അങ്ങയുടെ വചനത്തെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിൽ സന്തോഷിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നതിൽ സന്തോഷിക്കുക. ഇതിനൊരു പ്രത്യേക അനുഗ്രഹമുണ്ട്. 15 വാക്യം. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും. അങ്ങയുടെ വചനം ഞാൻ വിസ്മരിക്കുകയില്ല. ദൈവവചനത്തിന് എത്ര പ്രാധാന്യമാണ് കൊടുക്കുന്നതെന്ന് കണ്ടോ? അത് ഞാൻ ഒരിക്കലും വിസ്മരിക്കുകയില്ല, മറന്നു കളയത്തില്ല. ഞാൻ അതിൽ സമ്പദ് സമൃദ്ധിയിൽ എന്ന പോലെ സന്തോഷിക്കും. അങ്ങയുടെ വചനത്തെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവവചനത്തെ ഇങ്ങനെയൊക്കെ സ്വീകരിക്കുന്നതിൽ സന്തോഷിക്കാൻ തുടങ്ങിയപ്പം ആ വചനത്തിന് ഒരു വിലയും ഒരു സ്ഥാനവും ഒക്കെ കൊടുത്തപ്പോൾ ദൈവം ആ വ്യക്തിക്ക് എങ്ങനെയായി മാറിയെന്ന് 121 സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് അങ്ങനെയാണ്: കർത്താവിൻ്റെ കാവൽക്കാരൻ. ദൈവവചനത്തിന് വില കൊടുക്കുമ്പോൾ ദൈവം എനിക്ക് കാവലായി മാറും. ദൈവം എനിക്കൊരു സംരക്ഷണമായിട്ട് മാറും. ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ സമ്പദ് സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ വചനം കേൾക്കുന്നതിൽ ആനന്ദിക്കുന്നു. അങ്ങയുടെ വചനത്തെ ഞാൻ സ്നേഹിക്കുന്നു.
അങ്ങയുടെ വചനത്തെ ധ്യാനിക്കുന്നു, അത് ഞാൻ വിസ്മരിക്കുകയില്ല, ഞാനത് ധ്യാനിക്കാൻ അതിരാവിലെ എഴുന്നേൽക്കുന്നു. എല്ലാം എഴുതിയിട്ടുണ്ട്, എല്ലാം എഴുതിയിട്ടുണ്ട്. വചനത്തിന് പ്രാധാന്യം കൊടുത്തപ്പോൾ 119 സങ്കീർത്തനമാണ് വായിച്ചത്. 120, 121 സങ്കീർത്തനം അങ്ങനെയാണ്. കർത്താവിൻ്റെ കാവൽക്കാരൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ദൈവത്തിൻ്റെ വചനമൊക്കെ കേട്ട് കോളേജാകാം, സ്കൂളാകാം, പഠനമാകാം, വിദ്യാഭ്യാസമാകാം, ബിസിനസ്സാകാം, ഏത് ജോലിയാകട്ടെ, നിങ്ങൾ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പം ദൈവം ഒരു കാവൽക്കാരനെ പോലെ നമ്മുടെ സംരക്ഷണം തരും. അതുകൊണ്ടാണ് നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഡെയിലി ബ്ലെസ്സിങ്ങൊക്കെ കേൾപ്പിക്കണം. അതൊക്കെ സൗകര്യം പോലെ ഒരു 5-10 മിനിറ്റ് പ്രാർത്ഥനയിൽ കേൾപ്പിക്കണം. അവരത് കേൾക്കട്ടെ. ആ വചനത്തിൽ അവരിറങ്ങുമ്പം ഒരിക്കലും അവർ നഷ്ടപ്പെട്ടു പോകില്ല, ചീത്ത കൂട്ടുകെട്ടിൽ പെടുകയില്ല, വേണ്ടാത്ത ഒരു തരത്തിലൊന്നും ഒരു കുഴിയിലും ചാടിയേല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലൊരു പരാതി എല്ലാവർക്കും ഒരു ദുഃഖമായിട്ട് മാറത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പരാതികൾ ഉയരത്തില്ല. ചില മാതാപിതാക്കൾ പറയില്ലേ, സ്കൂളിൽ നിന്ന് വിളിച്ച് പരാതി പറഞ്ഞു, ഇവിടുന്ന് മാറ്റണം, വേറെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തോ, TC മേടിച്ചുകൊണ്ട് പൊക്കോ. ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം അവർക്ക് സംരക്ഷണമായിട്ട് മാറും. അതെഴുതിയിട്ടുള്ളത്, കർത്താവിൻ്റെ കാവൽക്കാരൻ. ദൈവം തന്നെ എനിക്ക് സഹായമായിട്ട് മാറും. വചനത്തിന് വില കൊടുക്കുമ്പോൾ ദൈവം എനിക്ക് സഹായമായിട്ട് മാറും, എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണമായിട്ട് മാറും. ഒരു രോഗമോ അപകട ദുർമരണമോ ഒന്നും വരാതെ ദൈവം ഉള്ളം കയ്യിൽ എന്ന പോലെ കാക്കും. പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് ഓരോ ദിവസവും പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത വഴക്കുകളൊന്നും ഉണ്ടാകല്ല്. ഞങ്ങളുടെ വീട്ടിൽ നല്ലൊരു സന്തോഷം ഉണ്ടാകണമേ. ഞങ്ങളുടെ വീട്ടിലെ ഓരോരുത്തരും തമ്മിൽ നല്ല സമാധാനത്തിലാകണമേ. വഴക്കും ബഹളവും ചീത്തയും തെറിവിളികളും നിലവിളികളൊന്നും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇന്നുണ്ടാകല്ലേ. വീടിനെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ പോവുക. വചനം മറക്കരുത്. ഉപവാസ പ്രാർത്ഥനയിൽ കേട്ടു, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഇന്നുവരെ ഡെയിലി ബ്ലെസ്സിങ് നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവർ, ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഓർക്കുക. ഇന്നുവരെ പ്രാർത്ഥിച്ചവർ, ഈ ശുശ്രൂഷ ഷെയർ ചെയ്തവർ, സ്റ്റാറ്റസ് ഇട്ടവരൊക്കെ ഉണ്ട്. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, സ്വമനസാ സന്തോഷത്തോടെ ചെയ്തതാണ്. ഇതെല്ലാം ദൈവ ശുശ്രൂഷയായിട്ട് മാറുന്നുണ്ട്. ദൈവവചനം അനേകരുടെ ഇടയിൽ എത്താൻ അത് കാരണമാകുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. നല്ലത് വരട്ടെ, അനുഗ്രഹമായിട്ട് വരട്ടെ, ഇരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. മനസ്സിലെല്ലാവരും പ്രാർത്ഥിച്ച് വചനം കേട്ട് അതിന് വില കൊടുത്തപ്പം അപ്പുറത്ത് കാണുക. 119 സങ്കീർത്തനം വായിച്ചു. 21 സങ്കീർത്തനം എഴുതിയിരിക്കുക, കർത്താവിൻ്റെ കാവൽക്കാരൻ. വചനത്തിന് വില കൊടുക്കുന്നവനെ ദൈവം കാവൽക്കാരനായി അവനെ സംരക്ഷിക്കും. നിങ്ങൾ ഏതു രാജ്യത്തായിരുന്നാലും എവിടെയായിരുന്നാലും ഈ വചനമാണോ നിങ്ങൾ സ്വീകരിച്ചത്, ഹൃദയത്തിലുള്ളത്, ഒരു ദോഷവും നിങ്ങൾക്ക് വരികയില്ല, ഒരു തിന്മയും വരികയില്ല. ദൈവം തന്നെയാണ്. ദൈവം ദൈവദൂതന്മാരെ വിട്ട് സംരക്ഷണം തരുമെന്നല്ല, കർത്താവിൻ്റെ കാവൽക്കാരനായി മാറും. പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, ഇന്നുവരെയും ഡെയിലി ബ്ലെസ്സിങ്ങിലും നിയോഗ പ്രാർത്ഥനയിലും പങ്കെടുത്തവർ, ഈ ആലയത്തിൽ വന്നവർ, നിയോഗം എഴുതി സമർപ്പിച്ചവർ, നിയോഗ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചവർ, നിയോഗത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചവർ എല്ലാവരെയും ഓർക്കുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവരെ, അവരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയെല്ലാം തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഇന്നുവരെയും ഞാൻ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും എല്ലാ ആവശ്യങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി അത് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.
ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഒന്നിനൊരു കുറവില്ലാത്ത വിധത്തിൽ ദൈവം നിങ്ങളെ കൈവെള്ളയിലെന്ന പോലെ നയിക്കട്ടെ, പരിപാലിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ സമാപന ദിവസമാണ്. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസമാണ്. സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം. അതിനുശേഷം ജൂൺ മാസം 1-ാം തീയതിയാണ്, തിങ്കളാഴ്ച. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.